ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മളെ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് എനിക്ക് കിട്ടിയ പുസ്തക കിറ്റാണിത്. ഞാൻ 3 മാസം മുന്നാണ് ഇതിന് അപേക്ഷ കൊടുത്തത്. ക്ഷേമനിധിയിൽ അംഗത്തുള്ള ആളുകൾക്ക് ക്ഷേമനിധി ബോർഡിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളാണ്. ഞാൻ ആനുകൂല്യങ്ങൾ വേണ്ടവർ വാങ്ങിക്കട്ടെ, വേണ്ടാത്തവർ വാങ്ങാതിരിക്കട്ടെ എന്ന വീഡിയോസ് ചെയ്തിരുന്നു. അപ്പം ആനുകൂല്യങ്ങൾ ആവശ്യമുള്ള ആളുകൾ തുടർന്ന് അടക്കുകയാണെന്നുണ്ടെങ്കിൽ ആനുകൂല്യങ്ങളുണ്ട്. അപ്പം ഇതാണ് കിട്ടിയത്. ഞാൻ 2 മക്കൾക്കുള്ള പുസ്തക കിറ്റിനാണ് അപേക്ഷ കൊടുത്തത്. ആ 2 ഇതാണിത്. അതിൽ ഒരു ബാഗ്, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ വേറൊരു ബാഗ്, അങ്ങനെ 2 ബാഗാണ്. ഏകദേശം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബാഗാണ് കേട്ടോ. ഞാൻ ഈ ക്ഷേമനിധി ബോർഡിൽ അംഗത്തായിട്ട് ഒരുപാട് വർഷമായി, പക്ഷെ ആനുകൂല്യങ്ങൾ ഇതുവരെ നമ്മൾ എഴുതി കൊടുത്തിട്ടില്ല. അപ്പം ആനുകൂല്യം എഴുതി കൊടുത്തപ്പോൾ ഞാൻ ക്ഷേമനിധി ഓഫീസിൽ പോയിട്ട് ഇപ്പോൾ ഞാൻ വാങ്ങിച്ചു വരികയാണ്. ഏകദേശം ബാഗിന് വില വരുന്ന പറഞ്ഞാൽ 1449 റുപ്യൻ്റെ ഒരു ബാഗുണ്ട്. നല്ല ക്വാളിറ്റി, നമ്മൾ സ്കൂബീഡേൻ്റെ ഒക്കെ ബാഗ് പോലത്തെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ബാഗാണ്. പിന്നെ അതിന് കൂട്ടത്തിൽ കുട്ടികൾക്കുള്ള വാട്ടർ ബോട്ടിൽ, 1 ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിലാണ്, സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിൽ. സ്റ്റീലിൻ്റെ ഒക്കെ ഞാൻ അവിടുന്ന് ഓപ്പണാക്കി ചെക്ക് ചെയ്താണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിൽ. അതുപോലെ തന്നെ ഇതിന് കുട്ടികൾക്കുള്ള ഭക്ഷണം കൊണ്ടുപോകുന്ന ലഞ്ച് ബോക്സ്, സ്റ്റീലിൻ്റെ നല്ല പാത്രമാണ്. അടിപൊളിയായിട്ട് സ്റ്റീലിൻ്റെ നല്ല പാത്രമുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള കുട, സ്കൂൾക്കുള്ള നല്ല കുട ഉണ്ട്. കുടകൾ കുട്ടികൾക്കുള്ള നല്ല അടിപൊളി കുട കുടകൾ. ഇതൊക്കെ നമ്മൾ ക്ഷേമനിധിയിൽ ക്ഷേമനിധിയിൽ അംഗത്തുള്ള ആൾക്കാർക്ക് കിട്ടുന്നതാണ്. ഇത് പിന്നെ കൂടെ വേറൊരു ബാഗ് കിട്ടിയാറല്ലേ. 2 മക്കൾക്കാണ് എഴുതി കൊടുത്തത്. 2 മക്കൾക്ക് അതേമാതിരി തന്നെയാണ് ഇതിലും ഈ കുടയും, അതുപോലെ തന്നെ നോട്ട്ബുക്ക് 2 വാട്ടർ ബോട്ടിൽ 1, അതുപോലെ തന്നെ ലഞ്ച് ബോക്സ് 1. കുഴപ്പമില്ലാത്ത അടിപൊളിയായിട്ടുള്ള ബാഗ്. ഇത് ഏകദേശം ഒരു 2000 റുപ്യക്ക് അടുത്ത് ഈ സാധനത്തിന്, ഈ ഒരു കിറ്റിന് മാത്രമേ വില വരും. ബാഗും നല്ല ലൈഫ് കിട്ടുന്നുണ്ട്. അപ്പോൾ ക്ഷേമനിധിയിൽ അംഗത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത്തരം ആനുകൂല്യങ്ങൾ വാങ്ങണം. അതുപോലെ തന്നെ സ്ഥിരമായി അടച്ചു പോകുന്ന ആളുകൾക്ക് 60 വയസ്സ് കഴിഞ്ഞാൽ കിട്ടുന്ന പെൻഷൻ ഉണ്ട്. പിന്നെ ഈ ഡ്രൈവർമാരായ ആളുകൾക്ക് കുട്ടികളെ കെട്ടിക്കുന്നതിലേക്ക് 40,000 റുപ്യ കൊടുക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. അപ്പോൾ ക്ഷേമനിധിയിൽ അടക്കുന്ന ആളുകൾക്ക് ആനുകൂല്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് സംഭവം. ഈ 2 ബാഗ്, അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് പഠിക്കാനുള്ള നോട്ട്ബുക്ക്, അതുപോലെ തന്നെ കുട, വാട്ടർ ബോട്ടിൽ, ലഞ്ച് ബോക്സ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളാണ് എനിക്കിപ്പോൾ ഫസ്റ്റായിട്ട് കിട്ടിയത്. ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റണം. ആരെങ്കിലും ക്ഷേമനിധി സ്ഥിരമായിട്ട് അടക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കുറേ ആളുകൾ മറന്നു പോകുന്നതാണോ അല്ലെങ്കിൽ ആരും ഓർമ്മപ്പെടുത്താത്തതാണോ എന്നറിയില്ല. പക്ഷേ നിർബന്ധമായിട്ടും ഇത്തരം ആനുകൂല്യങ്ങൾ എന്ത് ചെയ്യുക, കൈപ്പറ്റുക. മോട്ടോർ തൊഴിലാളി ക്ഷേമനിധിയിൽ മാക്സിമം ആളുകൾ അംഗത്വം എടുക്കുക. പിന്നെ അതിന് മുമ്പൊക്കെ വീഡിയോസ് ചെയ്തിരുന്നു. വേണ്ടവർ അടക്കട്ടെ, വേണ്ടാത്തവർ അടക്കാതിരിക്കട്ടെ. ആരെയും നിർബന്ധിപ്പിച്ച് ക്ഷേമനിധി ബോർഡിൽ അംഗത്വം എടുപ്പിക്കരുത്. അംഗത്വം എന്നത് നിർബന്ധപൂർവ്വമുള്ളത് ഒഴിവാക്കി തൊഴിലാളികൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുത്ത് ഇത്തരം സഹായങ്ങളൊക്കെ ക്ഷേമനിധി ബോർഡിൽ നിന്ന് കൈപ്പറ്റാൻ എല്ലാവരും ശ്രമിക്കാം. ഓക്കെ, ബൈ ബൈ.